UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും വിവാദമായി വന്ദേമാതരം. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കി പൊതുവെ സ്വീകാര്യമായ ആദ്യ ഭാഗം മാത്രമാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. സഭയിൽ വന്ദേമാതരം മുഴുവൻ ആരംഭിക്കാത്തതിനെതിരെ ഗവർണറും BJPയും രംഗത്തെത്തി. എന്നാൽ വന്ദേമാതര വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ദിരാ ഗ്യാരണ്ടിക്ക് ഊന്നൽ നൽകിയും കേന്ദ്രത്തിനെതിരെ വിമർശനമില്ലാതെയുമായിരുന്നു UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി ആവർത്തിച്ച പ്രസംഗത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. പൊതു സ്വകാര്യ മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസം പ്രസവാവധിയും പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റുമുട്ടലിനില്ലെന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര സർക്കാരിനെ പരാമർശിക്കാതെയുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. വന്ദേമാതര വിവാദം വരും ദിവസങ്ങളിൽ ആയുധമാക്കാനാണോ ഗവർണറുടെ ആലോചന? കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടക്കത്തിലെ ഒഴിവാക്കാനാണോ വിമർശനം? VD സതീശൻ സർക്കാർ കടുപ്പിക്കാത്തത്? VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തെ നയരാഹിത്യം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടതിനെ കുറിച്ച് മൗനം പാലിച്ചെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മറച്ചുവെച്ച് തെറ്റായ ആഖ്യാനത്തിന് ശ്രമിക്കുകയാണ് എന്നും പിണറായി വിജയൻ വിമർശിച്ചു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടവയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. നയപ്രഖ്യാപനത്തിലെ സർക്കാർ നയം കേന്ദ്ര സർക്കാരിന് സങ്കടമോ ദേഷ്യമോ ഉണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്നതായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശിച്ചു. കേന്ദ്രത്തെ തൊട്ടും തലോടിയും പോകാൻ ശ്രമിക്കുന്നതാണ് കണ്ടതെന്നും മധു ഇതിന്റെ ഭാഗമാണോ ഇത് എന്നും ബിനോയ് വിശ്വം ചോദിച്ചു. കേന്ദ്ര സർക്കാരിന് സങ്കടമോ ദേഷ്യമോ പ്രതിഷേധമോ ഉണ്ടാകുന്ന ഒന്നും പറയാതിരിക്കണം എന്ന നയമാണത്. ഒരു ഗവൺമെൻറ് വന്ന ഉടനെ അതിൻ്റെ മധുവിധു കാലം തീരും മുമ്പ് കേന്ദ്രവുമായി യുദ്ധം ചെയ്യാൻ പോകാനല്ല ഞങ്ങളുടെ വാദം. പോകണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ്റിന് ചില മൗലിക രാഷ്ട്രീയം ഉണ്ടാകേണ്ടതല്ലേ? എന്നാൽ നയരാഹിത്യം എന്ന് പിണറായിക്ക് തോന്നുന്നത് LDF സർക്കാരിന്റെ നയം പിന്തുടരാത്തത് കൊണ്ടാണ് എന്നായിരുന്നു VD സതീശന്റെ മറുപടി. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ടതില്ല എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിമർശിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നയരാഹിത്യം അദ്ദേഹത്തിന് തോന്നാം, കാരണം അദ്ദേഹത്തിന്റെ നയമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഇത് പുതിയ ഗവൺമെന്റിന്റെ നയമാണ് നടപ്പാക്കുന്നത്. ഞങ്ങൾ കേന്ദ്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ വിമർശിക്കാം. ആദ്യമേ വിമർശിക്കുന്നത് എന്തിനാ? അതേസമയം നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി വന്ദേമാതരത്തിന്റെ ഒരു ഭാഗം ഒഴിവാക്കിയ സർക്കാർ നടപടിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അതൃപ്തി അറിയിച്ചു. വന്ദേമാതരം മുഴുവൻ പോലീസ് ബാൻഡ് വായിക്കണമായിരുന്നു. വിഷയത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്ന് നോക്കാമെന്നും അതിനനുസരിച്ച് താൻ നിലപാട് സ്വീകരിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. Whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. നയപ്രഖ്യാപന ചടങ്ങിലെ വന്ദേമാതര വിവാദത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്. വന്ദേമാതരം മുഴുവൻ പാടണം എന്നത് RSS അജണ്ടയാണെന്നും കേരളം അത് അനുസരിക്കേണ്ട എന്നും പിണറായി വിജയൻ പറഞ്ഞു. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതൊരു നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റ് തടസ്സങ്ങളില്ല. ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്, ഇതാണ് സ്വീകരിക്കേണ്ട നിലപാട്.
ദേശീയ ഗീതം മുഴുവൻ പാടുക എന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടു എന്നും ദേശീയ ഗീതത്തെയും ഗവർണറെയും സർക്കാർ അവഹേളിച്ചു എന്നും BJP MLA വി മുരളീധരൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് AICC സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചതെന്നും എന്നു മുതലാണ് വന്ദേമാതരം മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല എന്ന് കോൺഗ്രസിന് തോന്നുന്നത് എന്നും വി മുരളീധരൻ ചോദിച്ചു. വാസ്തവത്തിൽ ഈ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. 1896 വന്ദേമാതരം കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ AICC സമ്മേളനത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ രൂപത്തിൽ ആലപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കപ്പെട്ടത്. അതിനുശേഷം എന്നു മുതലാണ് കോൺഗ്രസിന് വന്ദേമാതരം മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതല്ല എന്ന് തോന്നിത്തുടങ്ങിയത്? സനീഷ്, ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിഷയങ്ങളെ മൂന്നായി തരംതിരിച്ച് നമുക്ക് പരിശോധിച്ചാൽ, ഒന്ന് നയപ്രഖ്യാപന പ്രസംഗം, പുതിയ സർക്കാരിൻ്റെ പുതിയ നയപ്രഖ്യാപനം. നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ അതിനെ ആ മട്ടിൽ നോക്കിക്കാണാവുന്ന ഒന്നാണോ എന്നുള്ളത് ഒരു വശം. മറ്റൊന്ന് ഇതിൻ്റെ രാഷ്ട്രീയ തലം എന്ന നിലയ്ക്ക് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള വിമർശനം അതിൽ ഉൾപ്പെടേണ്ടതുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെ മൂന്നായി തരംതിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് സനീഷിന് ഈ വിഷയത്തിലുള്ള? അല്ല, അത് തന്നെയാണ് ഹർഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഊന്നിയിട്ടായിരിക്കും ചർച്ച കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലത് ഒന്ന്, ഈ നയപ്രഖ്യാപന പ്രസംഗം നല്ലതാണ് എന്നൊരു തോന്നലാണ് ഇത് കേട്ടപ്പോൾ എനിക്കാകെ ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണോ വാഗ്ദാന പത്രിക, പ്രകടന പത്രികയിലൂടെ പറഞ്ഞത്, അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് ഒരു കേരളത്തെ പറ്റിയിട്ട് നല്ലൊരു ചിത്രം തന്ന് കേരളത്തിന് ലോകത്തിന് മുമ്പിലുള്ള നല്ല ചിത്രം അങ്ങനെ തന്നെയാണ്, നമ്മുടെ നാട് വളരെ സവിശേഷമായൊരു നാടാണ് എന്ന് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച സർക്കാർ പറയുന്ന അതേ കാര്യം തന്നെ പറയുകയും, എന്നാൽ ഇതിനകത്ത് ചില ചെറിയ താഴേക്ക് പോക്ക് ചില മേഖലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾക്ക്, വിമർശങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു കാര്യം നൽകുകയും ഒക്കെ ചെയ്തതിന് ശേഷം സ്വന്തം കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് ഉണ്ടായത്. ഇതിലിപ്പോൾ ഈ സ്ത്രീകൾക്ക് കേന്ദ്രീകരിക്കുന്നത്, ഇപ്പം നമ്മൾ അവരുടെ പ്രഖ്യാപനങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കുന്നു, ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ ഉണ്ട് എന്ന കാര്യമുണ്ട്. അതോടൊപ്പം ഈ ആർത്തവ അവധി വന്നതോട് കൂടിയിട്ട് 2 കാര്യങ്ങൾ ഹർഷ ഒരു കൗതുകകരമായിട്ട്, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ UDF സർക്കാർ കേരളത്തിന് അനുകൂലമായിട്ട്, സംസ്ഥാനത്തിന് അനുകൂലമായിട്ട് നൽകും എന്ന തോന്നലുണ്ടാക്കിയത്. ഒന്ന്, പെൺകുട്ടികളെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കുറേയേറെ പ്രഖ്യാപനങ്ങളുണ്ട് എന്ന ഈ UDF സർക്കാരിനെ കുറിച്ച് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയുള്ള ഒരു ചിത്രം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു. രണ്ടാമത്തേത്, ചെറുപ്പക്കാരായിട്ടുള്ള യൂത്തിനെ അഭിസംബോധന ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ശേഷി തങ്ങൾക്കുണ്ട്, UDF സർക്കാരിനുണ്ട് എന്നുകൂടെ അവർ മുന്നോട്ടേക്ക് വെച്ചു. ഒന്ന്, ഈ വാഹനം മോഡിഫൈ ചെയ്യുക എന്നതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ലോകത്തേക്കുള്ളൊരു പ്രവേശം VD സതീശൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾക്ക് ആർത്തവാവധി സ്കൂളുകളിലും മറ്റുമൊക്കെ എന്ന് പറയുന്നത്, അത് ആ നിലക്ക് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരെ നേരിട്ട് നിന്ന് ടച്ച് ചെയ്യുന്ന വളരെ ഈ കാലത്തിനനുസരിച്ചുള്ള വളരെ ഗംഭീരമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് അത് ഒരു സർക്കാർ അവരുടെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഓർക്കുന്നു, ആ കാര്യം പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് നിശ്ചയമായിട്ടും വലിയ അഭിനന്ദനം കൊടുക്കേണ്ടതൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അഭിനന്ദനം കേരളത്തിലെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഈ സർക്കാരിന് നൽകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 6 മാസത്തെ പ്രസവ അവധി, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ബസ് യാത്ര, അത് നേരത്തെ പ്രഖ്യാപിച്ചാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നതോടുകൂടിയിട്ട് ഒന്ന്, സ്ത്രീകളെ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് പരിഗണിക്കുന്ന ഈ സമീപകാല സർക്കാരുകൾ രാജ്യത്തെല്ലായിടത്തും, രാജ്യത്തിന് പുറത്തും ആളുകൾ തുടരുന്ന രീതിയിലേക്ക്, പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് VD സതീശൻ സർക്കാരും ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്നു എന്ന് നമ്മൾ കാണണം. ഒന്ന്, നരേന്ദ്രമോദി സർക്കാർ ഒരു ഘട്ടത്തിന് ശേഷം, ഒപ്പം BJP കോൺഗ്രസ് സർക്കാരുകളെല്ലാം, പ്രത്യേകിച്ചും BJP സർക്കാരുകളിൽ കാലത്തിൻ്റെ ഒരു ചുവരെഴുത്ത് വായിക്കുക എന്ന് പറയില്ല. അപ്പോൾ ഇത് സ്ത്രീകളെ നേരത്തെ ഒട്ടും പരിഗണിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നില്ല. നമ്മുടെ ആദ്യകാല സർക്കാരുകളൊക്കെ ഏതാണ്ടൊരു 80കൾ വരെയൊക്കെ ഉണ്ടായിരുന്ന സർക്കാരുകൾ, അല്ലെങ്കിൽ 90 വരെ എന്ന് വെച്ചാൽ അതൊരു പ്രത്യേകമായിട്ട് ബ്ലോക്കായിട്ടൊന്നും പരിഗണിക്കുന്ന നിലയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പുരുഷന്മാർ വോട്ട് ചെയ്യാൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പ് എന്ന നിലക്കായിരുന്നു ആ കാലത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ സ്ത്രീകളെന്ന പ്രത്യേക ബ്ലോക്കിനെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. സ്ത്രീകളെന്നത് പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ശ്രദ്ധ വേണ്ടുന്ന ഒരു ബ്ലോക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് 2 തരത്തിലാണ്. ഭരണപരമായിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടതുണ്ട്, ആ നിലയെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതൊന്ന്. 2, അതൊരു പ്രത്യേക വോട്ട് ബ്ലോക്കാണ്. രാഷ്ട്രീയത്തിൻ്റെ പ്രകടമായ സംഗതികൾക്ക് അപ്പുറത്തൊരു പ്രത്യേക വോട്ട് ബ്ലോക്കാണ് എന്ന തിരിച്ചറിവ് ഈ 90കൾക്ക് ശേഷമുള്ള സർക്കാരുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് VD സതീശൻ സർക്കാരും കയറി നിൽക്കുന്നു എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അത് അവർക്ക് 2 തരത്തിലും, അതായത് സർക്കാരിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന ഒരു പൊതു ധാരണ ഉണ്ടാക്കാനും
സ്വാഭാവിക വെറുതെ ധാരണയല്ല, അത് വെറും ധാരണയല്ല, അങ്ങനെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാനും ഒപ്പം അതൊരു വോട്ട് ബ്ലോക്ക് എന്ന നിലക്ക് പെൺകുട്ടികളെ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ ആർത്തവാവധി കിട്ടുന്ന വി.ഡി. സതീശൻ സർക്കാർ ഇങ്ങനെ അവധി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കിയിരുന്ന കുട്ടികൾ വളർന്ന് വലുതാകുമ്പോഴേക്ക് ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് അതിൻ്റെ കാര്യങ്ങളായിട്ട് അവിടെ ഉണ്ടാകും. അത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ നല്ല മൂവാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിൽ നയപ്രഖ്യാപന പ്രസംഗം അതിൻ്റെ അന്തസ്സത്തയിൽ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ രാഷ്ട്രീയമായിട്ട് നയരാഹിത്യ പ്രഖ്യാപനമായി എന്ന് പ്രതിപക്ഷ നേതാവും ബിനോയ് വിശ്വവും വിമർശിച്ചത് അത് അവരുടെ പ്രതിപക്ഷ സ്വരം എന്ന നിലക്ക് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് വി.ഡി. സതീശൻ പിന്നീട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഇതാ കേന്ദ്ര സർക്കാരിനെതിരെ 2 വർത്തമാനം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടുന്ന സാഹചര്യമൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഭരണത്തിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ ഞങ്ങളിതാ വല്ലാതെ എതിർത്തുകൊള്ളും എന്നൊന്നും പറയേണ്ടുന്ന ഉത്തരവാദിത്തം സത്യത്തിൽ വി.ഡി. സതീശൻ സർക്കാരിനില്ല. രണ്ടാം പിണറായി സർക്കാരിനതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു സർക്കാർ കഴിഞ്ഞ് രണ്ടാം സർക്കാർ ഇവിടെ തന്നെ വരികയാണ്. അപ്പം കേന്ദ്രം പണം തരുന്നില്ല എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതാപരമായിട്ടുള്ള വിമർശവും ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെ എതിർക്കേണ്ടുന്ന ചുമതല ഈ പിണറായി സർക്കാരുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ സതീശൻ സർക്കാരിനതിൽ അവർ വന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തോട് നല്ല നിലക്ക് നിന്ന് കേരള സംസ്ഥാനത്തിന് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അപ്പോൾ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നയരാഹിത്യ ദിവസമായി ഇന്ന് പറയുന്നത് ശരിയുമല്ല. കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് എന്ന നയപ്രഖ്യാപനം ഈ വന്ദേമാതരം സംബന്ധിച്ചുള്ള ഈ വിവാദം വന്നതോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഇവർ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നതും നിലനിൽക്കുന്ന വാദമാവുകയില്ല. കാരണം വന്ദേമാതര വിവാദം ഉണ്ടായിക്കഴിഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തന്നെ വന്നിട്ട് അതിൽ അതൃപ്തി രേഖപ്പെടുത്തി. അവിടെയുള്ള 3 BJP MLA-മാരിൽ ഒരാളായിട്ടുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് വി മുരളീധരനും അദ്ദേഹത്തിൻ്റെ അതൃപ്തി രേഖപ്പെടുത്തി. അപ്പോൾ BJP ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടു, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള ഗവർണർ ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടു, ബുദ്ധിമുട്ടിക്കപ്പെട്ടു എന്ന കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കപ്പെട്ടത്? ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടത്രക്ക് അവർ വായിച്ചില്ല. എങ്ങനെയാണ് വായിക്കേണ്ടത്? 2 വരി വായിക്കണം എന്നത് നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് നിർബന്ധിക്കപ്പെടുന്നത് കൊണ്ട് അത് ചെയ്തു എന്നല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിൽക്കാൻ ഞങ്ങളില്ല എന്ന നല്ല പ്രകടമായിട്ടുള്ള സൂചന വി.ഡി. സതീശൻ സർക്കാർ ഈ സംഭവത്തിലൂടെ കൊടുത്തു. അപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വായിച്ചതിലൊന്നും ഇല്ല എങ്കിൽ പോലും നയപ്രഖ്യാപന പ്രസംഗ ദിവസത്തിലെ സർക്കാരിൻ്റെ ഇടപെടലിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം രാഷ്ട്രീയത്തിനെതിരാണ് എന്ന നല്ല സൂചന അവർ കൊടുത്തു എന്ന് തന്നെ നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തിന് ഞങ്ങൾ വഴക്കിടണം, എന്തിന് ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയണം എന്ന ഒരു വി.ഡി. സതീശൻ്റെ നിലപാട് അവിടെ സാങ്കത്യമുള്ളതാണ്. ഇപ്പോൾ ആ രാഷ്ട്രീയ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രകടനത്തെ വന്ദേമാതരത്തിൻ്റെ മുഴുവൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ പാടാൻ തയ്യാറല്ല എന്ന നിലപാടെടുക്കലിനെ പ്രതിപക്ഷത്തിന് തന്നെയും അഭിനന്ദിക്കേണ്ടി വന്നല്ലോ. പിണറായി വിജയൻ തന്നെയും പ്രതിപക്ഷ നേതാവ് തന്നെയും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അവർ ചെയ്തത് നന്നായി എന്ന അവരുടെ രാഷ്ട്രീയ നിലപാടിനെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് സമ്മതിക്കുക ചെയ്തത്. അപ്പോൾ അവിടെ ഇന്നൊരു സക്സസ് ഡേ ആയിരുന്നു പിന്നെ ഭരണപക്ഷത്തിന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ താരതമ്യേന പോസിറ്റീവായിട്ടുള്ള എന്നാൽ വലിയ ഗംഭീരമായിട്ടുള്ള എന്തെങ്കിലും ബഹളം ഉണ്ടാക്കലൊന്നും പോകാതെ നല്ല വൃത്തിയായിട്ടുള്ളൊരു നയപ്രഖ്യാപന പ്രസംഗം നടത്തി. അതിനകത്ത് കൃത്യമായിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഈ പോസിറ്റീവായിട്ടുള്ള കേരള ജനതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതിനകത്ത് സ്ത്രീകളെ സവിശേഷ ബ്ലോക്കായിട്ട് കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ, പിന്നെ പ്രതിപക്ഷത്തിൻ്റെ 10 വർഷക്കാലത്ത് കേരളം ഒരല്പം താഴോട്ട് പോയി എന്നുള്ള വിമർശിക്കൽ, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഈ വന്ദേമാതരത്തിലൂടെ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ട് വഴിപ്പെടാൻ ഞങ്ങളില്ല, ഭരണഘടനാപരമായിട്ട് നിബന്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരാണ് എന്ന പൊതുജന മധ്യത്തിലെ പ്രഖ്യാപനം. അങ്ങനെ അർത്ഥത്തിൽ ഒരു സക്സസ് ഡേ ആയിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്നത്തെ ദിവസം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഹർഷം, തീർച്ചയായിട്ടും അതായത് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ എല്ലാ വിഭാഗങ്ങളെയും ഇപ്പോൾ സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നു എന്ന തോന്നൽ പ്രത്യേകിച്ച് ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ കൊണ്ടുണ്ടായെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചില പദ്ധതികളെക്കുറിച്ച് അതിൻ്റെ റോഡ് മാപ്പൊന്നും വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല, എങ്ങനെയായിരിക്കും അതിൻ്റെ നടപ്പാക്കലെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ചില പദ്ധതികൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത് വഴി ആ എല്ലാ വിഭാഗക്കാർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് ഈ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ തന്നെ ഈ 3000 രൂപ ക്ഷേമ പെൻഷനാക്കി ഉയർത്തും എന്നുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കപ്പെടും എന്നുള്ള പ്രഖ്യാപനം, അതായത് അതധികം വൈകില്ല എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാകുന്ന തരത്തിലാണ് ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ 25 ലക്ഷം വരെ കുടുംബങ്ങൾക്ക്
ഇൻഷുറൻസ് കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം സത്യത്തിൽ ഞാൻ വളരെ സംശയത്തോടെ നിരീക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. അതെങ്ങനെയായിരിക്കും നടപ്പാക്കുക, അതിന് ഫണ്ട് എവിടെ നിന്നാണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്, ആ ഇൻഷുറൻസിന് വേണ്ട പ്രീമിയം അടയ്ക്കാൻ വേണ്ട ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും ആ കാര്യത്തിൽ UDF സർക്കാരിന് ഒരു സംശയമില്ല എന്നുള്ളതാണ്. അതൊരു സംശയമില്ല, ഇത് നടപ്പാക്കും എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് വാഗ്ദാനമായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതാ ഇവിടെ ഞങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ നയപ്രഖ്യാപനമായി അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് നമുക്കുണ്ടാകുന്ന ആദ്യത്തെ തോന്നൽ. പക്ഷേ അത് ഈ പറയുന്ന കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രശ്നം വാഗ്ദാനങ്ങളിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനിക്കുന്നു. ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ UDF സർക്കാർ തീരുമാനിക്കുന്നു. സാധാരണ അത് ആവർത്തിച്ച് പറയുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നത് LDF ആണ്. ഇപ്പോൾ ഞങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയിരിക്കുന്നു, അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് എല്ലായ്പ്പോഴും ഇടതുമുന്നണി പറയാറ്. അതേ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം വലിപ്പം കൂട്ടി. ഈ ക്ഷേമ പദ്ധതികൾക്ക് വലിയ ഊന്നൽ നൽകുന്നത് ഇടത് സർക്കാരുകളായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, അതായത് എല്ലായ്പ്പോഴും VD സതീശനടക്കം പറഞ്ഞതുപോലെ സർക്കാരുകളുടെ തുടർച്ചയാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സർക്കാർ വരുമ്പോൾ ആ നയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇത് ഞങ്ങളുടെ സർക്കാരിൻ്റെ ഞങ്ങളുടെ നയം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലൊക്കെ ഇതൊരു തുടർച്ചയായി തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ എല്ലായ്പ്പോഴും കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്, ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുമ്പോൾ തുടരുന്ന പദ്ധതികളുടെ തന്നെ ചിലപ്പോൾ വലിപ്പം കൂടും. ഇപ്പോൾ അതിൻ്റെയും വലിപ്പം കൂടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പോൾ ലൈഫ് പദ്ധതി അത് നിർത്തലാക്കും എന്നുള്ള ഒരു ചർച്ചയും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു. സർക്കാർ മനോരമയൊക്കെ അതായത് KM ഷാജിയുടെ പ്രതികരണമായി മനോരമ 1-ാം പേജിൽ കൊടുത്ത വാർത്ത തന്നെയായിരുന്നു ലൈഫ് പദ്ധതി നിർത്തലാക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല ഇന്നിപ്പോൾ പറയുന്നത്. ഷാജിയും തിരുത്തിയിരുന്നു. അതിനെ റീസ്ട്രക്ചർ ചെയ്യും എന്നുള്ള മട്ടിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും കൂടുതൽ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഗ്രാമസഭകൾക്ക് കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ലൈഫ് പദ്ധതി എന്നത് പദ്ധതിയായി തന്നെ ഇതിൽ പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ട ചില സംഗതികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് SC/ST വിഭാഗക്കാർക്ക് കൃത്യമായി അത് ലഭ്യമാവുന്നുണ്ടെന്ന് ഉറപ്പാക്കത്തക്ക തരത്തിലുള്ള ചില കാര്യങ്ങൾ നടപ്പാക്കുമെന്നാണ്. അപ്പോൾ ഈ ഉള്ള പദ്ധതികളുടെ വലിപ്പമോ അതിൻ്റെ പ്രയോഗവൽക്കരണമോ ഒന്ന് ഇളക്കി പ്രതിഷ്ഠിക്കുന്നു, വലിപ്പം കൂട്ടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. പിന്നെ സ്ത്രീകളോട് കരുതലുള്ള ഒരു സർക്കാർ എന്നുള്ളത് 2016 മുതൽ 2021 വരെ ഭരിച്ച 1-ാം പിണറായി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട USP ആയിരുന്നു. അത് ആ രീതിയിൽ തന്നെയാണ് അതങ്ങനെ അവതരിപ്പിക്കാനും അത് ആ രീതിയിൽ ആ ഒരു കരുതലിനെ കുറിച്ചുള്ള ചിന്ത ആ തെരഞ്ഞെടുപ്പ് കാലം വരെ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നു പിണറായി വിജയൻ സർക്കാരിന്. ഈ സർക്കാർ യഥാർത്ഥത്തിൽ നമ്മൾ VD സതീശൻ ആഗ്രഹിക്കുന്നതും ലക്ഷ്യമിടുന്നതും ഒരു ദീർഘകാല പ്രോജക്റ്റായി തന്നെയാണ് ഈ ഭരണത്തെ കാണുന്നത് എന്നുള്ളത് കൊണ്ട്, ഒരു തുടർഭരണം കേരളത്തിൽ സാധ്യമാവുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അങ്ങനെ വേണം കാര്യങ്ങളെ ബിൽഡ് ചെയ്തെടുക്കാൻ എന്നുള്ള തോന്നൽ VD സതീശനുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ മട്ടിലാണ് ഈ പ്രഖ്യാപനങ്ങൾ, ഈ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ പ്രസവാവധി അത് വളരെ ഗംഭീരമായ ഒരു തീരുമാനമാണ്. 6 മാസത്തെ പ്രസവാവധി എന്നുള്ളത് മറ്റെല്ലാ മേഖലകളിലും ഉള്ള തൊഴിലാളികൾക്കെല്ലാം ആ നിലയ്ക്ക് നടപ്പാക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, ഈ കുട്ടികളുടെ അത് ഭിന്നാഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3 ദിവസത്തെ അവധി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. കാരണം ഈ ആർത്തവ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 40% വരെ പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ലോകവ്യാപകമായി നമ്മൾ പരിശോധിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. കാരണം പല സ്ഥലത്തും പല രീതിയിലാണിത്. ഞാനത് നോക്കുമ്പോൾ ആ രീതിയിലൊക്കെയാണ്. കാരണം ഇത് ലോകം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പലതരത്തിൽ നടക്കുന്നത് കൊണ്ട് ആ നിലയ്ക്കൊക്കെയുള്ള വിലയിരുത്തലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 20% നഷ്ടമാകുന്ന ചില പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പഠന ദിവസങ്ങൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെയുണ്ട്. പിന്നെ ഇതിനെ വളരെ സ്വാഭാവികമായ ഒരു സംഗതിയായി കാണാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടലായ ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു പദ്ധതിയായാണോ അത് അവതരിപ്പിക്കപ്പെടുക എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇനി വരേണ്ടതുണ്ട്. എങ്ങനെയാണ് അത് നടപ്പാക്കുക? വെറുതെ ഇനി 3 ദിവസം അങ്ങ് അവധി കൊടുക്കാം എന്നുള്ളതാണോ? അതിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ കൂടി നടപ്പാക്കുമ്പോൾ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ IB സതീഷ് MLA ആയിരിക്കുന്ന സമയത്ത് അവിടെ നടപ്പാക്കിയ ഒരു കാര്യമുണ്ട്. അവിടുത്തെ വിദ്യാലയങ്ങളിലെല്ലാം വിദ്യാർത്ഥിനികൾക്ക് ഈ ദിവസങ്ങളിൽ സ്കൂളിൽ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക്. അപ്പോൾ പഠന ദിവസങ്ങൾ നഷ്ടമാവില്ല, അവിടെ വിശ്രമിക്കാം, പഠിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് മികച്ച മാതൃകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ
എനിക്ക് സംശയമുണ്ടായ ഒരു കാര്യം, ആ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതാണോ കൂടുതൽ നല്ലത്? അതായത് കൂടുതൽ ശുചി മുറികൾ കൂടുതൽ മികച്ച രീതിയിലാക്കുക, ആളുകൾക്ക് ഇതൊരു സ്വാഭാവികമായ സംഗതിയാണ്. ഇതിന് കെയർ ചെയ്യാനും ഇതിൽ സഹായിക്കാനും ഇവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനും. ഇപ്പോൾ പെയിൻ കില്ലേഴ്സ് പല രാജ്യങ്ങളുടെ കാര്യം ഞാനിങ്ങനെ ഒന്ന് വായിച്ചു നോക്കി, അവിടെയൊക്കെ പെയിൻ കില്ലേഴ്സ് സപ്ലൈ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ വി ഡി സതീശൻ സർക്കാരിന് അഭിമാനിക്കാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഞാൻ എല്ലായിടത്തും പറഞ്ഞു നോക്കി, ലോകത്തൊരിടത്തും ഇങ്ങനെ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം അവധി കൊടുത്തേക്കാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് ആദ്യം കേരളത്തിലാണ് ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് കേരളത്തിൻ്റെ പൊതുവെ കേരളം അങ്ങനെയാണ് കുറേ കൂടി ലോകത്തിന് മുന്നേ നമ്മൾ ഓടുന്നു എന്നുള്ള ഒരു തോന്നൽ എല്ലായ്പ്പോഴും ഉണ്ട്. ആ തോന്നൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ സർക്കാരിനും കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ കാഴ്ച കാണുമ്പോൾ തോന്നുന്നത്. ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തോന്നുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പിടിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ പൂക്കി മുഖ്യൻ എന്നുള്ള ആ മൂഡ് കുറച്ചുകൂടി പിടിച്ചു പോകാം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത്. ഇതൊരു ഇൻസ്റ്റാ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഗംഭീരമായ ഒരു പ്രഖ്യാപനമായി തന്നെയായിരിക്കും വിലയിരുത്തപ്പെടുക. ഒരു കാര്യം കൂടിയുണ്ട്, ഇത് 2020 അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തെ വോട്ടർമാർ കൂടിയാണ് ഈ കുട്ടികളെല്ലാവരും. അപ്പോൾ ഇതൊരു ചെറിയ തീരുമാനമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ആ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പദ്ധതിയുമാണത്. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ പ്രതീക്ഷ ഉണർത്തുന്ന പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക യാഥാർത്ഥ്യവും ഈ പറയുന്ന വാഗ്ദാനങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുമോ എന്നുള്ള സംശയമാണ് ഉണ്ടാവുക. ഈ പറയുന്ന 25 ലക്ഷം രൂപ വെച്ച് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ഒക്കെ ഏർപ്പെടുത്തുമ്പോൾ അതിന് ഇപ്പോൾ ഈ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു മിനിമം 25,000 കോടി അധികം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു മിനിമം 25,000 കോടി അധികം കണ്ടെത്തേണ്ടതുണ്ട്. അതെവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല. അത് പിന്നെ ഇപ്പം ബജറ്റൊക്കെ വന്നു കഴിയുമ്പോഴാണ് എന്താണ് ആ കാര്യത്തിലുള്ള ഒരു പദ്ധതി എന്നുള്ളത്, സർക്കാരിൻ്റെ പദ്ധതി എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ അറിയുക, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇതെവിടെ നിന്ന് കണ്ടെത്തും? പിന്നെ കേന്ദ്രത്തിൻ്റെ നയം എന്തായിരിക്കും നമ്മുടെ സർക്കാരിനോടുള്ളത്? ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോട് വലിയ തർക്കത്തിന് പോകേണ്ടതില്ല, ആദ്യം തന്നെ ഒരു കുഴപ്പം വരുത്തി വെക്കേണ്ടതില്ല എന്നൊരു ചിന്തയാണ് വി ഡി സതീശനെ നയിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിച്ച് തന്നെ പോകണമല്ലോ, അതേ അഡ്രസ്സ് ചെയ്ത് തന്നെ പോകണമല്ലോ. തൊട്ട് മുമ്പുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ സമയത്ത് കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് കേന്ദ്ര സർക്കാരിനെതിരായ ഇത്തരം വിഷയങ്ങളിലുള്ള വിമർശനങ്ങൾ അന്ന് ഇപ്പോഴത്തെ ഗവർണർ തന്നെയാണ്, അദ്ദേഹം വായിക്കാതിരിക്കുകയും അത് പിന്നീട് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ ഗവർണർ വിമർശിച്ചു. ആ ഒരു തർക്കം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ സാമ്പത്തിക സമ്മർദ്ദമുണ്ട് എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അത് തന്നെ അന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു സാമ്പത്തിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? കേന്ദ്രം വേണ്ട രീതിയിലുള്ള സഹായവും സഹകരണവും തരുന്നില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് അതിനൊരു മാറ്റമുണ്ടാകും എന്നും വി ഡി സതീശൻ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് മൂഡ് പിടിച്ചിട്ട് ഇതിനെ ഇനി ആദ്യം തന്നെ കുഴപ്പത്തിലാക്കണ്ട എന്നുള്ളൊരു ചിന്തയൊരു പക്ഷേ ഉണ്ടാകുമായിരിക്കും. എന്തായാലും ഇത് അത്ര സുഗമമായി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളോട് അടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുമായി വി ഡി സതീശന് രംഗത്ത് വരേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ധവളപത്രം പുറപ്പെടുവിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്. അതിനകത്ത് എൻ്റെ ഒരു ആശങ്ക, പലപ്പോഴും വലിയ വാഗ്ദാനങ്ങൾ ഇന്ത്യയിൽ പല ഭരണകൂടങ്ങളെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കും, നയപ്രഖ്യാപനത്തിൽ പോലും വലിയ പദ്ധതികളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ധവളപത്രമൊക്കെ പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പതുക്കെ കയറി ഈ പദ്ധതികൾക്കെല്ലാം മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവസാനം ഈ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പദ്ധതികളെല്ലാം ഉണ്ട് പക്ഷേ കാശ് കയ്യിലില്ലല്ലോ എന്നുള്ള ഒഴികഴിവുകളിലേക്ക് കാര്യങ്ങൾ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഒഴികഴിവ് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ധവളപത്രം വേണ്ട. കാരണം എ കെ ആന്റണി ആദ്യ ദിവസം പറഞ്ഞിട്ടത് അതാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുവരി. അതായത് ഈ വി ഡി സതീശനല്ല എ കെ ആന്റണി. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയല്ല എ കെ ആന്റണി, ഉമ്മൻചാണ്ടിയല്ല വി ഡി സതീശൻ എന്നതുകൂടി നമുക്ക് പറയാനുള്ള കാരണങ്ങൾ ഇനി ഈ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ എ കെ ആന്റണി അത് അദ്ദേഹത്തിൻ്റെ തനത് രീതിയാണ്. അദ്ദേഹം ഏത് കാലത്തും മുറുക്കി കൊടുക്കണം. അദ്ദേഹം ദാരിദ്ര്യം പറഞ്ഞ് മാത്രം സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ആളാണ് എ കെ ആന്റണി. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ കാലത്തും, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ
അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ദാരിദ്ര്യം പറച്ചിലായിരുന്നു. അതായത് മുണ്ട് മുറുക്കി കൊടുത്തോളാനുള്ള ആഹ്വാനം നിരന്തരം ജനം കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയിലുള്ള കാര്യം. അതിന്റെ ഒരു മനുഷ്യ സതീശൻ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യം. നമുക്ക് അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുത്തങ്ങയുണ്ട്, അങ്ങനെ ചില കാര്യങ്ങൾ എ കെ ആന്റണിയുടെ ഭരണകാലവുമായി ബന്ധപ്പെട്ട് എന്താണ് ഓർമ്മയിൽ വരിക? അപ്പോൾ ഒന്ന് മുത്തങ്ങയെ പോലുള്ള ചില സംഗതികളും ബാക്കി പിന്നെ മുണ്ട് മുറുക്കി കൊടുക്കാനുള്ള ആഹ്വാനവുമാണ്. പക്ഷേ വി ഡി സതീശൻ അങ്ങനെ അല്ലെന്നാണ് എൻ്റെ തോന്നൽ. വി ഡി സതീശൻ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഞാൻ ആ ലാളിത്യത്തിൻ്റെ ആളല്ല. അത് കുറെ കൂടി അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ മുണ്ട് മുറുക്കി കൊടുക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആന്റണിയൊക്കെ ഇങ്ങനെ പറയുന്ന മുണ്ട് മുറുക്കി കൊടുക്കണം ആകെ ദാരിദ്ര്യമാണ്. പിന്നെ അപ്പുറത്ത് DYFIക്കാരുടെ CPM-ന്റെ ഒക്കെ സമരം എന്ന് വെച്ചാൽ മൊത്തം ആളുകളുടെ മുകളിലെല്ലാം കടഭാരമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കടഭാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ഇപ്പോൾ അന്ന് CPM പറഞ്ഞിരുന്ന കാര്യമാണ് CPM-നെതിരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും പറഞ്ഞത് കടഭാരമാണ്, ഭയങ്കര കടമാണ്, ഓരോ വ്യക്തിക്ക് മുകളിൽ ഒരുപാട് കടമുണ്ടെന്നാണ്. ഇപ്പം നമ്മൾ ഈ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറയുന്ന ഈ കാലം കടന്നിട്ട് ആളുകൾ വളരെ സമൃദ്ധിയായിട്ട് ജീവിക്കുന്ന, സമൃദ്ധമായിട്ട് താരതമ്യേന ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയില്ലേ? ഇവർ ദാരിദ്ര്യമാണ്, പ്രശ്നമാണ്, കുഴപ്പമാണെന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയാണ് കേരളം സാധാരണഗതിയിൽ ലോകത്തുള്ള മറ്റേതെങ്കിലും കൊള്ളാവുന്ന സ്ഥലങ്ങളെ പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്നത് ഇവിടെ ആകെ ഗൾഫിൽ പോയതുകൊണ്ടാണ് ആളുകൾ ഇവിടെ നന്നായിട്ട് ജീവിക്കുന്നത്. ഗൾഫൊക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. എന്നിട്ടും ആളുകൾ അതായത് ഇവർ ഈ പറയുന്ന പോലെ വല്ലാത്ത അങ്ങ് പിന്നെ ആളുകളെ പേടിപ്പിക്കാൻ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന കക്ഷീനെ ഒന്ന് ക്ഷീണത്തിലാക്കാൻ വേണ്ടിയിട്ട് ആകപ്പാടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 10 വർഷം ഭരിച്ച CPM-നെ അങ്ങോട്ട് ഇല്ലാതാക്കാനായിരുന്നു ഈ കോൺഗ്രസിൻ്റെയും BJP-യുടെയും മെഷീനറി വർക്ക് ചെയ്ത്. ആകപ്പാടെ കടമാണ്, ഇവരാകപ്പാടെ കടമെടുത്തിട്ട് ആളുകളുടെ തലയിലിട്ടിരിക്കുകയാണ് എന്നാണ്. അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ എ കെ ആന്റണി പറയുന്ന കാലത്ത് കേരളം ഭയങ്കര പ്രശ്നമായിരുന്നു അദ്ദേഹം പറയുന്നത്. പക്ഷേ കേരളം മുകളിലേക്കേ പോയിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ കട അനുസരിച്ചാണ് കേരളം അല്ലാണ്ട് ഇടിഞ്ഞ് താഴ്പോണ്ട്. അല്ല, ശുഭകരമായിട്ടുള്ളൊരു സംസ്ഥാനത്തെയാണ് വി ഡി സതീശൻ ഭരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. വി ഡി സതീശനും ഈ പറയുന്ന, പക്ഷേ വി ഡി സതീശൻ ഭരിക്കാനായിട്ടൊരു വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് എ കെ ആന്റണി അദ്ദേഹത്തിന് മുന്നിലുള്ള ടൂൾ എടുത്തിട്ട് ആദ്യമേ ക്ലീൻ ചെയ്ത് കൊടുത്താണ്. കാരണം ഇവിടെ ആകപ്പാടെ പ്രശ്നം കേട്ടോ, മുണ്ടൂർ കിടേണ്ടി വരും എന്നത് സതീശൻ പറയില്ലായിരിക്കും. പക്ഷേ ആന്റണി അദ്ദേഹത്തിന്റെ പാത വിരിച്ചു കൊടുത്തു. അതാണ് പറഞ്ഞത്. സതീശൻ അദ്ദേഹത്തിനൊരു പദ്ധതി, എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന തുറമുഖവുമായി ബന്ധപ്പെട്ട് പുതിയ വരുമാന മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയായി. പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഈ സർക്കാരിൻ്റെ എന്താണ് മധുവിധു കാലയളവിന് ശേഷം ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ഈ വ്യവസായത്തിൻ്റെ കൂടുതൽ വ്യവസായ മേഖലയിൽ നിന്നായാലും ടാക്സ് പിരിവിലായാലും ഒക്കെ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സർക്കാരിനുണ്ടെന്ന് തോന്നുന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇതൊക്കെ സർക്കാരിനെ ഇവരെ വിമർശിക്കുമ്പോൾ അത് വിമർശിക്കുന്ന ഒപ്പം പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് പൂച്ച പെറ്റ് കിടക്കുകയായിരുന്നില്ല ഖജനാവിൽ. അതുകൊണ്ടാണ് വന്ന ഉടനെ തന്നെ ഈ ക്ഷേമ പദ്ധതികൾക്ക് പെൻഷൻ കൊടുക്കാനും ഒക്കെയുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞത്. 2, ഒരു 10,000 കോടിയുടെയെങ്കിലും അധിക വരുമാനം അടുത്ത വർഷം മുതൽ സംസ്ഥാനത്തിന് ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ ചെയ്ത പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് ഇത് മാനേജ് ചെയ്യുക, അതായത് ഈ പ്രഖ്യാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന്. അതായത് ഈ സർക്കാരിനെ, വി ഡി സതീശൻ സർക്കാരിനെ കുറിച്ച് ശുഭപ്രതീക്ഷയോടെ അവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ പ്രതികരിക്കുന്നത് KN ബാലഗോപാലാണ് ഒരുപക്ഷെ എ കെ ആന്റണിയേക്കാൾ. അപ്പോൾ എ കെ ആന്റണിക്ക് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് സാഹചര്യം എന്നറിഞ്ഞിട്ടല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം. അത് കൂടുതൽ അറിയാവുന്നത് KN ബാലഗോപാൽ ടൂളങ്ങ് വെച്ചതാണ്. അതാ മൂപ്പർക്ക് അറിയുന്നത്. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണെന്നുണ്ടായത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി നൽകുന്ന വി ഡി സതീശൻ സർക്കാരിൻ്റെ പ്രഖ്യാപനം പെൺകുട്ടികളടക്കമുള്ളവർ ഏറെ കാത്തിരുന്നൊരു കാര്യമായിരുന്നു. എത്രയോ മുൻപ് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കാര്യം പ്രഖ്യാപിച്ചതിൽ വി ഡി സതീശൻ സർക്കാരിനെ RDX അഭിനന്ദിക്കുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുമെന്നും ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പാക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളും സ്വാഗതാർഹമാണ്. സർക്കാരിൻ്റെ ആരംഭഘട്ടമെന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ നിശിതമായ വിമർശനത്തിന് മുതിരാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത്. അതിൻ്റെ പഴുതുകളേറെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടെങ്കിലും ഇതിൻ്റെ നടപ്പാക്കൽ ഘട്ടം എത്തുമ്പോൾ ഏതൊക്കെ നടപ്പാവുന്നുണ്ട്, ഏതൊക്കെ നടപ്പാവുന്നില്ല എന്ന് തരംതിരിച്ച് തന്നെ ആ ചോദ്യങ്ങൾ നമുക്ക് ഉന്നയിക്കാവുന്നതുമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാട് ആ മട്ടിൽ തന്നെയായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് എന്നുള്ളത് ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന വിമർശനവും ഇതിനിടെ ശക്തമായിട്ടുണ്ട്. കേന്ദ്രവുമായി തുടക്കത്തിൽ തന്നെ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് വി ഡി സതീശൻ. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിക്കാത്തതും അതുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തം. എന്നാൽ പതിവ് പോലെ ഗവർണറുമായി പോരുണ്ടാകുമെന്ന സൂചനയാണ് വന്ദേമാതരം വിവാദത്തിലൂടെ പുറത്തു വന്നത്. ഗവർണറുടെ അതൃപ്തി വരും ദിവസങ്ങളിൽ സർക്കാരിനോടുള്ള സമീപനത്തിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.